കണ്ണൂർ മാടായിപ്പാറയിൽ അതിക്രമിച്ചു കയറി പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം മാടായിപ്പാറ സന്ദർശിക്കും. ദേവസ്വം ഭൂമിയിൽ അതിക്രമിച്ചു കയറിയ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന് മുന്നോടിയായാണ് സന്ദർശനം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ മാടായിപ്പാറയിലാണ്. നമുക്കറിയാം, ഈ കാണുന്നത് മുഴുവൻ ദേവസ്വം ഭൂമിയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകർ വന്ന് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യാതൊരു അനുമതിയുമില്ലാതെയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്ര ഭൂമിയിൽ അതിക്രമിച്ചു കയറി ഇവർ ഈ ഒരു പരിപാടി നടത്തിയത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ ഇവിടെ സന്ദർശനം നടത്തുകയാണ് ഈ ഒരു സ്ഥലത്ത്. എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു കയറി ഇത്തരം ഒരു അതിക്രമം കാണിച്ചതെന്നൊരു ചോദ്യം തന്നെയാണ് ഐക്യവേദി ഉന്നയിക്കുന്നത്. ഈ നിലവിലെടുത്ത കേസ് പോരാ, ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ഉണ്ട്. അദ്ദേഹത്തോട് കൂടി ചോദിക്കാം. എന്താണ് ശ്രീ ശ്യാം മോഹൻ, ഈ നമ്മളിപ്പോൾ നിലവിലൊരു നടപടി എന്താണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഇത് മാടായിപ്പാറ എന്ന് പറയുന്നത് അങ്ങേയറ്റം പൈതൃകവും പാരമ്പര്യാധിഷ്ഠിതവും ആരാധനാധിഷ്ഠിതവും പരിസ്ഥിതി ലോലവുമായിട്ടുള്ള ഒരു വളരെയധികം തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഓണാഘോഷം നടക്കുന്ന വേളയിലാണ് രാജ്യദ്രോഹപരമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാലസ്തീൻ അനുകൂല പ്രകടനം ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ നേതൃത്വത്തിലുള്ള സംഘടന നടത്തിയത്. ഈ സംഘടന നാളിതുവരെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിച്ച ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഓണാഘോഷം നടക്കുന്ന വേളയിൽ ഇത്തരം പ്രധാനപ്പെട്ട വളരെ പൈതൃകവും ഈ ആരാധനാധിഷ്ഠിതമായ പ്രദേശം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. കളരിവാതുക്കൽ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു പദയാത്രയുടെ സ്വീകരണ വേദിയായി ഈ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതവും വളരെ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള നിലക്ക് നിർബന്ധമായും ഈ ഒരു നീക്കത്തിനെതിരെ അന്വേഷണം ഉണ്ടാവണം, ഗൂഢാലോചന അന്വേഷിക്കണം. ഇത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു കേസെടുത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല, രാജ്യദ്രോഹപരമായ പ്രവർത്തനമാണ്. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, യുദ്ധമെന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ആ പാലസ്തീനകത്തുള്ള ഇസ്ലാം സഹോദരങ്ങൾ അവർ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെടുന്ന ഭീകരവാദികളായിട്ടുള്ള മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അവരുടെ ആ ആക്രമണത്തിൽ അവർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ, തീവ്രവാദ ശക്തികൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിക സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടക്കുന്നു. ഈ കള്ളപ്രചരണത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യദ്രോഹ പ്രവർത്തനമായി ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ കേസ് പോരാ, നിർബന്ധമായും ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. അപ്പോൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ആ പ്രതിഷേധ സ്വരം ഏറ്റെടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധത്തിന് തയ്യാറാകും. അടിയന്തരമായി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടപടികൾ സ്വീകരിക്കുക. അതോടൊപ്പം ഈ ഒരു ഇന്നലെ നടന്നിട്ടുള്ള ഓണാഘോഷം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കേരളീയരായിട്ടുള്ള മുഴുവൻ മലയാളികളുടെയും ഈ ആഘോഷത്തെ അട്ടിമറിക്കാൻ കൂടിയിട്ടുള്ള ഒരു ഗൂഢാലോചന ആ ദിവസം തന്നെ നടത്തി എന്നുള്ളത് അതുകൂടി അന്വേഷിക്കണം. അപ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഇത് ക്ഷേത്രഭൂമിയാണ്. ഇവിടെ ഒരു പരിപാടി നടത്തണമെങ്കിൽ അനുമതി ആരുടെയെങ്കിലും വേണം. സാധാരണഗതിയിൽ ഇവിടെ പരിപാടി നടത്താൻ അനുമതി കൊടുക്കാറില്ല. ഇതിവിടെ അനുമതി ചോദിക്കാതെ അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു മനഃപൂർവ്വം അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തിയെന്നൊരു കണ്ടെത്തിയിട്ടാണ് പോലീസുകാരെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഈ ക്ഷേത്രഭൂമിയിൽ എന്തിനാണ് ഇവർ കടന്നു വരേണ്ട ഒരു സാഹചര്യം എന്താണ്? ദേവസ്വം ഭൂമിയിൽ ഒരു പരിപാടി നടത്താനുള്ള അധികാരം ഇവർക്ക് ആരാണ് കൊടുത്തതെന്നാണ് കരുതുന്നത്? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ടാണ് കളരിവാതുക്കൽ പോലുള്ള ഇത്തരം പൈതൃകവും പാരമ്പര്യവും പേറുന്ന ക്ഷേത്രഭൂമികൾ തന്നെ ഇവർ തിരഞ്ഞെടുക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുണ്ട്. ഇതിപ്പോൾ മാടായിപ്പാറ എന്ന് പറയുന്ന ഈ പരിസ്ഥിതി ലോല പ്രദേശം സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യത, ഇവിടുത്തെ കണ്ണൂർ കലക്ട്രേറ്റ്, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അവരുടെ ബാധ്യതയാണ്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ അവർക്ക് ഈ പ്രദേശം ഇവിടുത്തെ മനോഹാരിത ആസ്വദിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ എല്ലാ സൗകര്യവും നഷ്ടപ്പെടാതെ അതിൻ്റെ റെസ്ട്രിക്ഷൻ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവർ അത് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു കുറ്റകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇത്തരം തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ആരാധനാധിഷ്ഠിതമായ പൈതൃകം പേറുന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത്
തിരഞ്ഞെടുത്ത് അവിടെ ഈ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ പിന്നിൽ വളരെ വലിയ ഗൂഢാലോചനയുണ്ട്. അവിടെ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന രാജ്യമാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തീവ്രവാദ രാജ്യമാണെന്നും ആ തീവ്രവാദികളുമായി ഇന്ത്യ കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറൊരു രാജ്യദ്രോഹമില്ല. പരസ്യമായി ഈ കേരളത്തിലെ മലയാളികളെല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പാകെയാണ് ഈ രാജ്യദ്രോഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് അമാന്തിക്കുന്നു? ഇവിടെ ഈ കേരളത്തിൽ തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം മിഥുൻ, അത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ് നടന്നിട്ടുള്ളത്, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇനി അലയടിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.